നമസ്കാരം. +1 വിദ്യാർത്ഥിനിയായ പവിത്രയും ITI വിദ്യാർത്ഥിയായ മണികണ്ഠനും മൊബൈൽ ഫോണിന് വേണ്ടി കിണറ്റിൽ ചാടി മരിച്ചു. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരു പുതുതലമുറയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? പുതുതലമുറ പോട്ടെ, നമുക്ക് കഴിയുമോ? സത്യത്തിൽ 1 മണിക്കൂർ നേരത്തേക്ക് ഫോൺ മാറ്റിവെക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ? തമിഴ്നാട്ടിൽ നടന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന 2 മരണങ്ങൾ. +1 വിദ്യാർത്ഥിനിയായ പവിത്രയും ITI വിദ്യാർത്ഥിയായ സഹോദരൻ മണികണ്ഠനും. തമിഴ്നാട് പുതുക്കോട്ടയിലാണ് ഈ 2 മരണങ്ങൾ സംഭവിച്ചത്. +1 വിദ്യാർത്ഥിയായ പവിത്രയുടെ മുറിയിൽ രാത്രി വളരെ വൈകിട്ടും വെളിച്ചം അണയുന്നില്ല. സഹോദരി ഉറങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന് കരുതി ലൈറ്റ് ഓഫ് ചെയ്യാൻ മുറിയിൽ എത്തിയ സഹോദരനായ മണികണ്ഠൻ കാണുന്നത് പവിത്ര മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. രാത്രി വളരെ വൈകി എന്നും ഫോൺ ഉപയോഗം നിർത്തി ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാനും സഹോദരൻ പറയുന്നു. എന്നാൽ മൊബൈൽ ഫോൺ ലഹരിയിൽ മുഴുകിയിരിക്കുന്ന പെൺകുട്ടി സഹോദരനെ അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല. ദേഷ്യം വന്ന സഹോദരൻ പവിത്രയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഫോൺ പിടിച്ചു വാങ്ങി തറയിൽ എറിഞ്ഞ് പൊട്ടിച്ചിതറിയ ഫോൺ കണ്ട് പ്രകോപിതയായ പവിത്ര ഒട്ടും ആലോചിക്കാതെ വീട്ടിലെ കിണറ്റിലേക്ക് എടുത്തു ചാടി. കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ ആഴമേറിയ കിണറ്റിലേക്ക് മണികണ്ഠൻ അപ്പോൾ തന്നെ ഇറങ്ങി. 2 പേരും കിണറ്റിനുള്ളിൽ വെച്ച് മരണപ്പെട്ടു. 2 ജീവനുകൾ നഷ്ടമായതിന്റെ കാരണമായ വില്ലൻ മൊബൈൽ ഫോൺ. അനാവശ്യ ഉപയോഗം കൊണ്ട് എത്ര വലിയ ദുരന്തങ്ങളാണ് ഈ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്നത്. ഫോൺ വഴി പരിചയപ്പെട്ട് പിന്നീട് പ്രണയത്തിലായി ഒളിച്ചോടി ജീവിതം തകർന്നുപോയ എത്രയോ പെൺകുട്ടികൾ. റെക്കോർഡ് ചെയ്തു വെച്ച പെൺകുട്ടിയുടെ നഗ്ന വീഡിയോയ്ക്ക് മുമ്പിൽ സ്വന്തം നഗ്നത പ്രദർശിപ്പിച്ച് പിന്നീടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ലക്ഷങ്ങൾ നഷ്ടമായ എത്രയധികം പുരുഷന്മാർ. നിങ്ങൾ മയക്കുമരുന്ന് കച്ചവടത്തിൽ പെട്ടുപോയെന്നും കള്ളനോട്ട് കേസിൽ നിങ്ങൾ പ്രതിയാണെന്നും ഉടൻ നിങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്യുമെന്നും അറസ്റ്റിൽ നിന്നും ഒഴിവാകണമെങ്കിൽ തങ്ങൾ ചോദിക്കുന്ന തുക നൽകണമെന്നും വിശ്വസിപ്പിച്ച് പോലീസ് ചമഞ്ഞ് വൃദ്ധരിൽ നിന്നും കോടികൾ തട്ടിയ നിരവധി സംഘങ്ങൾ. ഇല്ലാത്ത ലോട്ടറി ടിക്കറ്റിന്റെ പേരിൽ, ലോണിന്റെ പേരിൽ, ഭാഗ്യ സമ്മാനങ്ങളുടെ പേരിൽ, വാഹനങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ നഷ്ടമായവർ ആയിരക്കണക്കിന്. അജ്ഞാതമായ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്ത് സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ നൽകി അക്കൗണ്ടിലെ മുഴുവൻ പണവും നഷ്ടമായ വേറെയും ലക്ഷക്കണക്കിന് പേർ. നഷ്ടമായ പണം ഒരാൾക്കെങ്കിലും തിരികെ ലഭിച്ചതായുള്ള വിവരങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെയും പുറത്തറിഞ്ഞ വാർത്തകൾ. ഇങ്ങനെയുള്ള വൻ ചതിയിൽപ്പെട്ട് പണം നഷ്ടമായ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, വലിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്ര പേരാണ് കബളിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. നാണക്കേടോർത്ത് പുറത്തു പറയാത്തതാണ് ഭൂരിഭാഗവും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരേയൊരു മാർഗം മാത്രമാണ്. സംശയമുള്ളതും അനാവശ്യവുമായ ഒരു മൊബൈൽ സംവിധാനങ്ങളും ആക്റ്റീവാക്കാതിരിക്കുക. അനാവശ്യമായി മൊബൈൽ ഫോണിൽ സമയം പാഴാക്കാതിരിക്കുക. ഇത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നായിരിക്കണം. പിന്നീട് നമ്മൾ മാതൃകയായി നമ്മുടെ കുടുംബങ്ങളിൽ, കുട്ടികളിൽ ഒക്കെ വ്യാപിപ്പിച്ചാൽ ആത്മാർത്ഥമായ സ്നേഹപരമായ ഒരു ജീവിതം നമുക്ക് തിരികെ പിടിക്കാം.